നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചതായി CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. ഭരണവിരുദ്ധ വികാരം അല്ലെന്ന് എത്ര പറഞ്ഞാലും അംഗീകരിക്കാനാകില്ല. ഡോക്ടർ TM തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമം നടന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്വേഷണം വേണമെന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം എന്ന വാർത്ത ജില്ലാ സെക്രട്ടറി തള്ളിയല്ലോ. ജില്ലാ കമ്മിറ്റിയിൽ എന്തൊക്കെയായിരുന്നു വിമർശനങ്ങൾ, ശ്രീജിത്ത്? രൂക്ഷമായ വിമർശനം എന്ന് വേണം പറയാൻ. അതായത് മുഴുവൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഒരുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിമർശനം ഏറ്റെടുക്കുകയായിരുന്നു. മൈക്കിനോട് പോലും അസഹിഷ്ണുത കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിച്ചതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ഈ ഏറ്റവും ഒടുവിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിമർശിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ മൈക്കിനോട് പോലും അസഹിഷ്ണുത കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം തള്ളുമെന്നും ഏറ്റവും ഒടുവിൽ ഈ പറയുന്നത് പോലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇത് കൂടാതെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ 30,000-ഓളം വോട്ടുകൾ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായ രീതിയിൽ വോട്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. അതിൽ വോട്ട് മറിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപം കൃത്യമായ രീതിയിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ജില്ലാ കമ്മിറ്റി യോഗം അവസാനിച്ചു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിന് ശേഷം മാത്രമേ നമുക്ക് ലഭ്യമാക്കാനാകൂ. ശരി ശ്രീജിത്ത്. ശ്രീജിത്ത് ശ്രീകുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതേസമയം തൃശൂരിൽ നിന്ന് വരുന്ന വാർത്ത, ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നു CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി. തെരഞ്ഞെടുപ്പ് പ്രചാരണം മുഖ്യമന്ത്രി നയിച്ചില്ലായിരുന്നുവെങ്കിൽ തോൽവിയുടെ ആക്കം കൂടിയേനെ എന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കൈകാര്യം ചെയ്തതിൽ പാർട്ടിക്ക് പോരായ്മയുണ്ടായി. തൃശൂർ മേയർ MK വർഗീസ് സുരേഷ് ഗോപിയെ പുകഴ്ത്തിയത് തിരിച്ചടിയായെന്ന് വിമർശനമുണ്ടായി. സൂരജ് സജ്ജിയുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, എന്തൊക്കെ വിമർശനങ്ങൾ, എന്തൊക്കെ അനുകൂല നിലപാടുകൾ? പ്രധാനമായും മറ്റ് ജില്ലാ കമ്മിറ്റികൾ മുഖ്യമന്ത്രിയെ തള്ളുമ്പോൾ തൃശൂർ ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിയെ കൈവിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്ന തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃയോഗത്തിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചില്ലായിരുന്നുവെങ്കിൽ തോൽവിയുടെ ആഘാതം കൂടിയേനെ എന്നുള്ളതായിരുന്നു ഇത് സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഉയർന്ന പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ നവകേരള സദസ്സിനെ സംബന്ധിച്ച് രൂക്ഷ വിമർശനമാണ് ഈ ചർച്ചയിൽ ഉടനീളം ഉയർന്നത്. നവകേരള സദസ്സ് തീർത്തും തിരിച്ചടിയായി എന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. പ്രതീക്ഷിച്ച ഫലത്തിനപ്പുറം നവകേരള സദസ്സ് സമ്മാനിച്ചത് തിരിച്ചടി മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ ഉൾപ്പെടെ ഈ സർക്കാരിന്റെ പ്രതിച്ഛായയും പാർട്ടിക്ക് തന്നെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ ഈ സപ്ലൈകോയിൽ ഉണ്ടായ പ്രതിസന്ധിയും എല്ലാം തന്നെ പൊതുജനങ്ങളെ പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും അകറ്റി എന്ന വിമർശനമാണ് ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിനെതിരെ ഉയർന്നത് രൂക്ഷ വിമർശനമാണ്. ഈ റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിൽ വലിയ വീഴ്ച അത് പൊതുമരാമത്ത് വകുപ്പിനുണ്ടായി. പ്രത്യേകിച്ച് ഈ തൃശൂർ കുന്നംകുളം റോഡിലെ കുഴി അത് തൃശൂർ മണ്ഡലത്തിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഇത് ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങളുണ്ടായി. ഈ നേരത്തെ തന്നെ ഈ കുഴികൾ അടയ്ക്കുന്നതിനുള്ള നടപടി അത് പൊതുമരാമത്ത് വകുപ്പിന് സ്വീകരിക്കാമായിരുന്നു. പക്ഷേ അതുണ്ടാകാതെ പോയത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കിടയാക്കി എന്നുള്ളതാണ് പറയുന്നത്. തൃശൂരിനെ സംബന്ധിച്ച് കരുവന്നൂർ വിഷയം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ കരുവന്നൂരിൽ പ്രധാനമായും ഉയർന്ന ചർച്ച ഈ കരുവന്നൂരിൽ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചു. പക്ഷേ അച്ചടക്ക നടപടി ആയിരുന്നില്ല അത് സംബന്ധിച്ച് സ്വീകരിക്കേണ്ടിയിരുന്ന. പകരം ഈ നിക്ഷേപകരുടെ പണം മടക്കി നൽകുക എന്നുള്ളതായിരുന്നു. ഈ അച്ചടക്ക നടപടിയിലൂടെ നിക്ഷേപകരുടെ വിശ്വാസ്യത പാർട്ടിക്ക് ആർജിക്കാൻ കഴിഞ്ഞില്ല. പകരം ഈ നിക്ഷേപ തുക മടക്കി നൽകുകയും പണം മടക്കി നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയേറെ പ്രതിസന്ധി, അതായത് ഇരിങ്ങാലക്കുടയിലേക്ക് 3-ാം സ്ഥാനത്ത് ഇരിങ്ങാലക്കുടയിൽ തള്ളിവിടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ LDF 3-ാം സ്ഥാനത്തായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചതുപോലും ഇത്തരം പ്രതിസന്ധിയാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തൃശൂർ മേയർ MK വർഗീസിന്റെ സുരേഷ് ഗോപിയുമായുള്ള ബന്ധത്തിലും രൂക്ഷ വിമർശനം ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. സൂരജ് സജ്ജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെടുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി ലീഗ് നേതാക്കൾ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന സമീപനമാണ് മുഖ്യമന്ത്രിക്കെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ഇടതു മുന്നണിയിലേക്കുള്ള ക്ഷണം ലീഗ് നിരസിച്ചതിലെ നിരാശയാണ് മുഖ്യമന്ത്രിക്കെന്ന് KM ഷാജി. മുണ്ടുടുത്ത മോദിയാണ് പിണറായി വിജയനെന്ന് ലീഗ് മുഖപത്രം ചന്ദ്രിക. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടേതുമായി മാറി എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്ന വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് പിണറായി വിജയനെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ മറുപടി. ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടോ എന്ന് നോക്കുന്നതിന് മുമ്പ് സ്വന്തം മുഖം നോക്കണമെന്നും PMA സലാം. ഇത്ര വലിയൊരു പരാജയം ഉണ്ടായിട്ട് പോലും തൻ്റെ ഭാഗത്തുണ്ടായ അപാകതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും, അത് തിരുത്തും, മുഖം വികൃതമാണോ എന്ന് പരിശോധിക്കും എന്നല്ലേ മുഖ്യമന്ത്രി പറയേണ്ടത്.
മറ്റുള്ളവരുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം സ്വന്തം മുഖത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നല്ലേ മുഖ്യമന്ത്രി ചിന്തിക്കേണ്ടത്? മുഖ്യമന്ത്രിക്കെതിരെ ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജിയും രംഗത്തെത്തി. അദ്ദേഹത്തെ ഇപ്പോൾ പെട്ടിരിക്കുന്ന ഒരു പെടലും എല്ലാവർക്കും അറിയാം. വളരെ ഒരു കുഴപ്പം പിടിച്ച എല്ലാവരും അദ്ദേഹത്തെ കോർണറൈസ് ചെയ്യാണ്. ഈ സമയത്ത് കൂടെ ലീഗ് ഉണ്ടായിരുന്നെങ്കിൽ വലിയ കിട്ടലാണ്. അപ്പോൾ അങ്ങനെ മോഹിക്കുമല്ലോ നമ്മൾ, കട്ടക്ക് നിൽക്കുമായിരുന്നു എന്നൊക്കെ. ലീഗ് അങ്ങനെയാണല്ലോ, നിന്ന പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിരാശയുടെ അങ്ങേ അറ്റത്ത് നിന്നുള്ള ഒരു കിട്ടാത്ത മുന്തിരി വിളിക്കാന്നൊക്കെ ഉള്ള വാചകം വളരെ ചെറുതാണ്. അതിൻ്റെ അപ്പുറത്തുള്ള മോഹഭംഗവും ഇച്ഛാഭംഗവുമാണ് അദ്ദേഹത്തെ പറയിപ്പിക്കുന്നത്. മോദിയുടെ തന്ത്രങ്ങൾ മുണ്ടുടുത്ത മോദി കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെന്ന് ലീഗ് മുഖപത്രമായ ചന്ദ്രിക. മുഖ്യമന്ത്രി സ്വന്തം മുഖം വികൃതമായത് മനസ്സിലാക്കാതെ മറ്റു പാർട്ടികളുടെ മുഖം വികൃതമാണെന്ന് വിളിച്ചു പറയുകയാണെന്നും ചന്ദ്രിക തിരിച്ചടിച്ചു. 24 കോഴിക്കോട്. പിണറായി മാറില്ലെന്ന പാർട്ടി. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച പാർട്ടി ഗൗരവമായി പരിശോധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയുടെ നെടുംതൂണായ പിണറായിയെ മാറ്റുന്ന കാര്യം CPIMന് മുന്നിൽ ഇല്ലെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. മാതൃഭൂമി ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പിൽ CPIMനെ ഏറെ വെട്ടിലാക്കിയ വെളിപ്പെടുത്തലായിരുന്നു EP ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ച. പാർട്ടി സമ്മർദ്ദത്തിലായി വിവാദത്തിന് പിന്നാലെ ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചെങ്കിലും ജയരാജനെതിരെ ഉള്ളിൽ കടുത്ത എതിർപ്പാണ് ഉയർന്നത്. റിസോർട്ട് വിവാദവും വിവാദ വ്യക്തികളുമൊത്തുള്ള ചങ്ങാത്തവുമടക്കം പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിയ LDF കൺവീനറുടെ ജാവ്ദേക്കർ കൂടിക്കാഴ്ച പാർട്ടി ഗൗരവതരമായി പരിശോധിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ. അതേസമയം തോൽവിയിൽ പിണറായിയെ മാറ്റി നിർത്തിയുള്ള തെറ്റുതിരുത്തൽ ആവശ്യമില്ലെന്നും ന്യൂനപക്ഷ പ്രീണനമെന്നത് BJP പ്രചാരവേലയെന്നും MV ഗോവിന്ദൻ പറയുന്നു. അതിനിടെ തോൽവി വിലയിരുത്താൻ ചേർന്ന CPIM എറണാകുളം, തൃശൂർ ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നു. ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം മോശമാണ്. നേതാക്കളും ഭരണകർത്താക്കളും ബലം പിടുത്തം തുടർന്നാൽ ജനങ്ങൾ ഉപേക്ഷിക്കും. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണണമെന്നും എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ നിർദ്ദേശമുയർന്നു. അതേസമയം തൃശൂരിൽ ക്രൈസ്തവ സഭകൾ BJPയെ പിന്തുണച്ചത് വിദേശ ഫണ്ടിന് വേണ്ടിയാണെന്ന് CPIM ജില്ലാ കമ്മിറ്റിയിൽ ആരോപണമുയർന്നു. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള വിലക്ക് നീക്കാമെന്ന് BJP ധാരണയുണ്ടാക്കിയെന്നാണ് ആരോപണം. മണിപ്പൂർ വിഷയം തൃശൂരിൽ ഏശിയില്ലെന്നും നിരീക്ഷണമുണ്ടായി. ഭരണവിരുദ്ധ വികാരം തൃശൂരിലെ തോൽവിക്കിടയാക്കിയെന്നും ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റി അംഗങ്ങളും വിമർശിച്ചു. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഒരോളത്തിലുണ്ടായതാണെന്ന് K മുരളീധരൻ. വിജയത്തിന്റെ അത്ര അധ്വാനിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. പിണറായി വിജയൻ തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് പോകുന്നത്. മുഖ്യമന്ത്രി മാറരുത് എന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും K മുരളീധരൻ. അതൊരു ഓളത്തിൽ നമുക്ക് വന്ന ഒരു വിജയമാണ്. സത്യത്തിൽ ആ വിജയത്തിന്റെ അത്ര നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ അധികം ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പൊ തെറ്റിൽ നിന്ന് ഈ സർക്കാർ വീണ്ടും തെറ്റുകളിലേക്ക് നീങ്ങുകയാണ്. ഛത്തീസ്ഗഡിലെ സുക്മയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 2 CRPF ജവാന്മാർക്ക് വീരമൃത്യു. ഉച്ചയ്ക്ക് 3 മണിയോടെ ഉണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിലാണ് തിരുവനന്തപുരം പാലോട് കാലൻകാവ് സ്വദേശി വിഷ്ണു R, ശൈലേന്ദ്ര എന്നിവർ വീരമൃത്യു വരിച്ചത്. CRPF കോബ്ര യൂണിറ്റിലെ ജവാന്മാരാണ്. സുരക്ഷാസേന ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ട്രക്കിലും ഇരുചക്ര വാഹനങ്ങളിലുമായാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്നത്. സംഘത്തിലെ ഒരു വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നു മരിച്ച വിഷ്ണു. നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ നടപടിയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 63 വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷയിൽ നിന്ന് 750 വിദ്യാർത്ഥികൾ വിട്ടുനിന്നു. ബീഹാറിലെ നവാഡയിൽ UGC നെറ്റ് പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കാനെത്തിയ CBS സംഘത്തെ ആക്രമിച്ച 4 പേർ പിടിയിലായി. രാജ്യത്തുടനീളം നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിന് പിന്നിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. ബീഹാറിലെ 17 വിദ്യാർത്ഥികളും ഗോത്രയിലെ 30 വിദ്യാർത്ഥികളും ഉൾപ്പെടെ രാജ്യത്തെ 63 വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്തതായാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഇതുവരെ 13 പേരാണ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന്റെ കസ്റ്റഡിയിലുള്ളത്. UGC നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസ് അന്വേഷിക്കാൻ ബീഹാറിലെ നവാഡയിലെത്തിയ CBI സംഘത്തെ ഒരു കൂട്ടർ ആക്രമിച്ചു. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു.
വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു എന്ന വാർത്തകൾ തള്ളി NTA രംഗത്തെത്തി. വെബ്സൈറ്റും വെബ് പോർട്ടലുകളും സുരക്ഷിതമാണെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശദീകരണം. ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 വിദ്യാർത്ഥികൾക്കായി സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് നടന്ന പുനഃപരീക്ഷയിൽ 813 വിദ്യാർത്ഥികൾ മാത്രമാണ് പങ്കെടുത്തത്. ചണ്ഡീഗഡിലെ സെന്ററിലെ മുഴുവൻ വിദ്യാർത്ഥികളും പരീക്ഷയിൽ നിന്ന് വിട്ടുനിന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേട് കേസ് ഏറ്റെടുത്ത CBI അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തിന് രൂപം നൽകി. പരീക്ഷാ ക്രമക്കേടിൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത പട്നയിലേക്കും ഗോദ്രയിലേക്കും CBI സംഘങ്ങൾ ഉടൻ തിരിക്കും. 24 ഡൽഹി. ഇപ്പോൾ ഒരു വാർത്ത സുജിത്ത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയനാട് കേണിച്ചിറയിൽ വീണ്ടും കടുവയെത്തിയിരിക്കുന്നു. ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. മാളിയേക്കൽ ബെന്നിയുടെ തൊഴുത്തിലാണ് കടുവയെത്തിയത്. 2 പശുക്കളെ കൊന്നിരുന്നു എന്നാണ് ഇപ്പോൾ സുജിത്ത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. OR കേളു മന്ത്രി. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുമെന്ന് OR കേളു പറഞ്ഞു. കെ രാധാകൃഷ്ണൻ ഒഴിഞ്ഞതിനെ തുടർന്നാണ് മാനന്തവാടി MLA OR കേളു മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. വൈകിട്ട് 4-ന് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. OR കേളു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സൗകര്യവും പ്രതിജ്ഞ ചെയ്യുന്നു. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് OR കേളു സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി, MLA മാർ, ഇടതുമുന്നണി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് തന്നെ OR കേളു സെക്രട്ടേറിയറ്റിലെത്തി ചുമതല ഏറ്റെടുത്തു. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു മനസ്സിലുണ്ട്. അപ്പോൾ നടപ്പാക്കി വരുന്ന പദ്ധതികൾ നന്നായിട്ട് നടപ്പാക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും നമ്മൾ നടത്തുക. പ്രത്യേകിച്ച് കുറച്ചുകൂടി നമ്മുടെ ഈ മേഖലയിലേക്ക് ആഴത്തിൽ കാര്യങ്ങൾ ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ പരമാവധി പരിഹരിക്കുന്നതിന് വേണ്ടി ഇത് ശ്രമം നടത്തും എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. വയനാട്ടിൽ നിന്ന് ആദ്യമായാണ് മന്ത്രിസഭയിൽ പ്രതിനിധി ഉണ്ടാകുന്നത്. PK ജയലക്ഷ്മിക്ക് ശേഷം പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള 2ാമത്തെ മന്ത്രിയാണ് OR കേളു. സത്യപ്രതിജ്ഞാവേദിയിലുണ്ടായിട്ടും മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം സംസാരിച്ചില്ല. എന്നാൽ ഗവർണറുടെ ചായ സൽക്കാരത്തിൽ ഇരുവരും കൈകൊടുത്ത് സൗഹൃദം പങ്കിട്ടു. പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. വയനാട് കേണിച്ചിറയിൽ വളർത്തുമൃഗങ്ങളെ കൊല്ലുന്ന കടുവയെ മയക്ക് വെടിവെച്ച് പിടികൂടാൻ നീക്കം തുടങ്ങി. RRT സംഘം പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. പശുവിന്റെ ജഡവുമായി രാവിലെ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ വയനാട് സൗത്ത് DFO ആയി അജിത് K രാമനെ നിയമിച്ച് ഉത്തരവിറക്കി. കേണിച്ചിറയിൽ 3 ദിവസത്തിനുള്ളിൽ കടുവ കൊന്നത് 4 പശുക്കളെ. ഈ സാഹചര്യത്തിലാണ് തോൽപ്പെട്ടി 17 എന്ന കടുവയെ മയക്ക് വെടിവെച്ച് പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടത്. ആരോഗ്യനില പരിശോധിച്ച് ഉൾവനത്തിൽ തുറന്നുവിടാനാണ് നിർദ്ദേശം. DFO ഇൻചാർജ് P രഞ്ജിത്ത്, വെറ്റനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസ് എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. RRT സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. കനത്ത മഴയും തിരച്ചിലിനെ ബാധിച്ചു. രാത്രി പെട്രോളിംഗ് തുടരും. നാളെ തിരച്ചിൽ പുനരാരംഭിക്കും. 3 ടീമായി തിരിഞ്ഞതിനെ കോമ്പ് ചെയ്ത് സ്പോട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും മഴ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്, തീവ്രമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇത് മുഴുവൻ കാപ്പിത്തോട്ടമാണ്. അപ്പോൾ വിസിബിലിറ്റി ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ഡാർക്കായി വരുന്നുണ്ട്. മാത്രമല്ല ഡാർക്കിൽ നമുക്ക് ഡാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മഴയുള്ളതുകൊണ്ട് ഡാർക്ക് ഗണ്ണ് നനഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കടുവ ഇന്നലെ മാത്രം കൊലപ്പെടുത്തിയത് 3 പശുക്കളെയാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങി. പശുവിന്റെ ജഡവുമായി റോഡ് ഉപരോധിച്ചു. നഷ്ടപരിഹാര തുകയിൽ 30,000 രൂപ നാളെ നൽകാൻ ധാരണയായി. ഇതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. വയനാട് സൗത്ത് DFO ആയിരുന്ന ഷജ്ന കരീം കാസർഗോഡേക്ക് സ്ഥലം മാറിയ ഒഴിവിൽ നിയമനം നടന്നിരുന്നില്ല. റേഞ്ച് ഓഫീസർ വാളയാറിൽ ട്രെയിനിങ്ങിലും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അവധിയിലുമാണ്.
ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനും സമയബന്ധിതമായ തീരുമാനമെടുക്കാനും ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ തയ്യാറാകാത്തതിലും പ്രതിഷേധമുയർന്നു. ഈ സാഹചര്യത്തിൽ വയനാട് സൗത്ത് DFO ആയി അജിത് കെ രാമനെ നിയമിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. കടുവയെ മയക്കുവെടിവെക്കുന്നതിന്റെ ഭാഗമായി വയനാട് പൂതാടി പഞ്ചായത്തിലെ 2, 16, 19 വാർഡുകളിൽ 2 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 വയനാട്. ഇപ്പോൾ വരുന്ന വാർത്ത കേണിച്ചിറയിൽ വീണ്ടും കടുവ ഇറങ്ങിയെന്നതാണ്. മാളിയേക്കൽ ബെന്നിയുടെ വീട്ടിലെ തൊഴുത്തിലാണ് കടുവയെത്തിയത്. 2 പശുക്കളെ കൊന്നിരുന്നു. ആട്ടിൻകൂടിന് നേരെയും ആക്രമണം. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. സുർജിത്ത്, ഇത് എപ്പോഴാണ് കടുവ വീണ്ടും എത്തിയത്? ഉന്മേഷ്, അത്യധികം നടുക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് പുറത്ത് വിടുന്നത്. അതായത് നേരത്തെ ഈ മാളിയേക്കൽ ബെന്നിയുടെ വീടിന്റെ തൊഴുത്തിൽ, അതായത് ജഡം കടന്നിരുന്ന തൊഴുത്തിൽ ഇന്ന് പുലർച്ചെ ഈ കടുവ ആക്രമിച്ചു കൊന്ന അതേ തൊഴുത്തിലാണ് ഈ കടുവയുടെ സാന്നിധ്യം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. കടുവ പതുക്കെ എത്തിയ ശേഷം അത് നേരെ തൊഴുത്തിനകത്തേക്ക് കയറുകയാണ്. തൊഴുത്തിനകത്തേക്ക് കയറി ഈ ജഡങ്ങൾ പരതുകയാണ്. പക്ഷേ ജഡങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കുഴിച്ച് മൂടിയിരുന്നു. ആ ജഡങ്ങൾ പരതുന്ന ആ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് വലിയ രീതിയിൽ നടക്കുന്ന ദൃശ്യം തന്നെയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നേരത്തെ മാളിയേക്കൽ ബെന്നിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം 6 മണിയോടുകൂടി, അതായത് നമ്മൾ മാധ്യമ പ്രവർത്തകരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്നും പോയ ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചില അതിഥികൾ വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം ഫോണുമായി പുറത്തേക്ക് ഇറങ്ങിയ ഘട്ടത്തിൽ കടുവയെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ ദൃശ്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇതിനുശേഷമാണ് ഇവർ വീടിന്റെ ടെറസിന് മുകളിലേക്ക് കയറിയത്. ആ ടെറസിന് മുകളിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിഭീതിതമായ ദൃശ്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ തൊഴുത്തിൽ കടുവ ഇങ്ങനെ പരതുകയാണ്. ഈ 2 പശുക്കളുടെ. സുർജിത്ത് ഒരു നിമിഷം തുടരുമോ? സുർജിത്ത്, നമുക്ക് ശ്രീ ബെന്നിയോട് തന്നെ നേരിട്ട് ചോദിക്കാം. ശ്രീ ബെന്നി, അദ്ദേഹം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ബെന്നി, ഇത് എപ്പോഴായിരുന്നു കടുവ എത്തിയത് അവിടെ? ജസ്റ്റ് ഒരു 10 മിനിറ്റ്. ഹലോ, കേൾക്കുന്നുള്ളൂ, പറഞ്ഞോളൂ. ഒരു 10 മിനിറ്റ് ആയുള്ളൂ. ഈ വീടിന് മുകളിൽ കയറിയിട്ട് പകർത്തിയ ദൃശ്യങ്ങളാണ് തോന്നുന്നത്. ഞാൻ ഫോട്ടോ എടുത്തത്, വീഡിയോ എടുത്തത്. സാർ, ഈ ഫോറസ്റ്റുകാരെ ഡ്യൂട്ടിക്ക് ഇട്ടിരുന്നു, പോലീസ് ഡ്യൂട്ടിക്ക് ഉണ്ടാവും. ഇത് സമയത്ത് ആരും ഇല്ലായിരുന്നു ഇവിടെ. അല്ല, ഇതിപ്പം അവര് വേറെ എന്തോ ഫോൺ വന്നു പറഞ്ഞ് പോയി. ആ സമയത്താണ് ഇത് കയറിയത്. ഇവര് തിരിച്ചു വന്നപ്പോഴും ഇതിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ് ഈ സാധനം. ഒന്നും ചെയ്യാതാണ് ഇവർ പോയത്. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് കൂട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് പോയിന്നല്ലേ? അവിടുന്ന് പോയി. അവര് പിന്നെ വെടിവെച്ച് ഇപ്പം അത് പോവുകയായിരുന്നു. ഈ അവരതിനെ ചേസ് ചെയ്ത് പോയപ്പോൾ രണ്ടാമതും വീടിന്റെ മുന്നിൽ കൂടെ പിന്നെ അത് ബാക്കിയുണ്ട്. അതായത് ആ പരിസരത്ത് തന്നെ ഉണ്ട് കടുവ? ഉണ്ടെന്നാണ്. ഈ രാത്രി പെട്രോളിംഗ് കാണുമെന്നാണല്ലോ ശ്രീ ബെന്നി അറിയിച്ചിരുന്നത്. പക്ഷെ രാത്രി കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് ഞങ്ങളുടെ ആകെ 3 പേരാ ഉള്ളത്. പോലീസ് ഇല്ല. പോലീസ് വരുമെന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് പോലീസ് എല്ലാം അവിടെ എത്തിയിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങളോട് കയർക്കാണ് അവിടെ ഇരുന്നത്. ഇതിന്റെ ആട്ടുകൂട് പിന്നെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഏറ്റവും വലിയൊരു ആട് ചത്തുപോയി. അതും ഈ കുറച്ചു മുൻപാണ് ഉണ്ടായതല്ലേ? ഇപ്പൊ തന്നെ. അപ്പൊ നേരത്തെ 2 പശുക്കൾ അല്ലേ? ഇപ്പൊ ഒരു ആടും കൂടെ തട്ടും. ഈ കൂട് സ്ഥാപിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ശ്രീ ബെന്നി ഇതിനടുത്തല്ലേ? കൂട് സ്ഥാപിച്ചത് എന്റെ വീട്ടിലല്ല, വേറെ ആദ്യം പിടിച്ച സാബുവിന്റെ വീട്ടിലാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോ ഈ നിലവിൽ ഈ കടുവ വന്നതിന് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നോ ശ്രീ ബെന്നി? ഇപ്പൊ അവിടെ ഉണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്. അതിനുശേഷം അവർ വന്നു. ഞങ്ങളെ വേറെ ഇവർക്ക് നമ്പർ കഴിഞ്ഞിട്ട് വേറെ നമ്പറിൽ വിളിച്ചു. അന്നേരത്തേക്ക് ഒരു ഓടി വന്നു. ആടിനെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞു. ആടിന് ശേഷം ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കില്ലേ? നാട്ടിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കില്ലേ? നേരത്തെ അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം നമ്മൾ കണ്ടത് ആ മേഖലയിലൊക്കെ ഇത്തരത്തിൽ ഈ തേയിലച്ചെടികളൊക്കെ ഈ കാപ്പിച്ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാരണം രാത്രിയിൽ അങ്ങനെ തെരച്ചിൽ നടത്തിയിട്ട് കാര്യമായ ഫലം ഉണ്ടാകില്ല. അതുകൊണ്ട് രാവിലത്തേക്ക് തെരച്ചിൽ മാറ്റുന്നു എന്നാണല്ലോ അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അവരിന്ന് തന്നെ ഇത് കണ്ടതായിരുന്നു. അവർ തന്നെ ചേസ് ചെയ്ത് കണ്ടിട്ട് ശേഷമാണ് അവര് അത് വെടിവെക്കാത്തതിൽ പോവുകയാണ് ചെയ്തത്. ഇന്ന് അവർ പറയുന്നത് അവർക്ക് ആ നിലയ്ക്ക്. പക്ഷെ അവർ തന്നെ പറഞ്ഞു ഈ സാധനം ഞങ്ങളോട് പോലീസുകാർ പറഞ്ഞതാണ്, ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത്, ഈ സാധനം ഇവിടെ ഉണ്ട്, തിരിച്ചു പോയിരുന്നു. അവർ പറഞ്ഞു പോയി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാധനം വരികയും ചെയ്തു. അപ്പൊ പിന്നെ ഇവര് കാണാതെയാണോ പിന്നെ ഈ സാധനം തിരിച്ചു വന്നത്? കണ്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളെന്താ വിശ്വസിക്കുന്നത്?
തീർച്ചയായും താങ്കൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരും കണ്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഇവർ ഇവിടുന്ന് 5 മണിക്ക് പരിപാടി നിർത്തി വന്നു, 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സാധനം പിന്നെയും വീടിന്റെ മുന്നിലെത്തി. അപ്പൊ പിന്നെ ഇവർ കണ്ടില്ല എന്ന് പറയുന്നത് എന്താ ശരി? ഇപ്പോൾ നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടെന്നല്ലേ? ഉണ്ട്. അവർ ഞങ്ങളോട് കയർക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ആടി ചത്തത് നിങ്ങളെ ഇത് അനസോണ്ടാണെന്ന് പറയുമ്പോൾ അവർ നിങ്ങളോട് കയർക്ക് ചെയ്താൽ അപ്പോൾ ഏതായാലും പോലീസ് ചെയ്യാൻ അവരെ പെട്രോളിങ്ങിനിട്ട് അവർ വരാത്താണ്. ശരി, ഏതായാലും ആ ആശങ്കയാണ് ശ്രീ ബെന്നി. അത് താങ്കൾ ഉയർത്തുന്ന ആശങ്ക അത് മനസ്സിലാകുന്നുണ്ട്. വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ഇടപെടൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ അധികാരികളുടെ മുൻപിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. ശ്രീ ബെന്നി, നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചതിന്. അല്പസമയം മുൻപാണ് കടുവ വീണ്ടും എത്തിയത് എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. മേഖലയിൽ തന്നെ കടുവ ഇപ്പോഴും തുടരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് മുൻപ് അവിടെ കടുവ ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ പോലീസ് ഉദ്യോഗസ്ഥരോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവരവിടെ എത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു ആട് കൂടി ഇപ്പോൾ ചത്തിട്ടുണ്ട്. നേരത്തെ 2 പശുക്കളെ ആക്രമിച്ചിരുന്നു. തൊട്ടുപിന്നാലെ ഇപ്പോൾ ഒരു ആടും. ശ്രീ ബെന്നിയാണ് നേരത്തെ പ്രതികരിച്ചത്. കേണിച്ചിറയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന രീതിയിൽ ഇടപെടുന്നില്ല, അതാണ് ശ്രീ ബെന്നി ഇപ്പോൾ ഉയർത്തുന്ന വിമർശനം. തൊട്ടു മുൻപ് അവിടെ കടുവയുണ്ടായിരുന്നു, ആ സമയത്ത് അവരെ ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ഇപ്പോൾ അതാണല്ലോ നമ്മൾ പങ്കുവെച്ചത് സുർജിത്ത്. നിലവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് ഉന്മേഷ്. എന്തായാലും ഈ രാത്രി ഡാർട്ടിംഗ് സാധ്യമല്ല, SOPക്ക് വിരുദ്ധമാണ്. പകൽ വെട്ടത്തിൽ വേണം ഡാർട്ട് ചെയ്യാൻ എന്നുള്ളതാണ് ഒരു പ്രതിസന്ധിയായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല കനത്ത മഴയും ഉണ്ടായിരുന്നു വൈകിട്ട്. അതിൽ വരും എന്നുള്ള തരത്തിൽ ഈ മേഖലയിൽ, അതായത് 3 ഇടങ്ങളിലായിട്ടാണ്. ആദ്യം വർഗീസ് എന്ന് പറയുന്ന ആളുടെ പശുവിനെയാണ് ആക്രമിക്കുന്നത്. അതൊരു വയലിൽ വെച്ചാണ്. പിന്നീട് സാബു എന്ന ആ ആളുടെ വീട്ടിൽ ഉള്ള പശുവിനെ ആക്രമിച്ചു കൊന്നു. അത് ഇന്നലെ രാത്രിയാണ് സംഭവിച്ചത്. ഇന്ന് പുലർച്ചെയാണ് ബെന്നിയുടെ വീട്ടിൽ ആക്രമണം നടത്തിയത്. ഇവിടെ എല്ലാം തന്നെ കടുവ വീണ്ടും എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള മുന്നറിയിപ്പ് വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ലൈറ്റ് എല്ലാം ഈ വളർത്തുമൃഗങ്ങളുള്ള തൊഴുത്തുകളിലെല്ലാം തന്നെ ലൈറ്റ് ഉൾപ്പെടെ ഇടണം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ രാത്രിയിൽ ഡാർട്ടിംഗ് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തന്നെ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് മാറും. വനംവകുപ്പിനെ സംബന്ധിച്ച്, ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ട്. SOP, സെൻട്രൽ SOP നിലവിലുള്ളത് കൊണ്ട് തന്നെ അതിൽ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ മാർഗരേഖകൾ പാലിച്ചു വേണം ഇതിനെ മയക്കുവെടി വെക്കാൻ. ഇതിന്റെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ വിലയിരുത്തിയ ശേഷം വേണം മയക്കുവെടി വെക്കാൻ. എന്തെങ്കിലും ഹാനി സംഭവിച്ചാൽ ഈ തണ്ണീർക്കൊമ്പരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവം, അതിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വയനാട്ടിലെ വനംവകുപ്പ് നേരിടുന്നുണ്ട്. അത്തരം പ്രതിസന്ധികൾ ഈ കടുവ ദേശീയ മൃഗം എന്നുള്ള പട്ടികയിൽ ഉള്ളതിനാൽ തന്നെ സ്വാഭാവികമായും ആ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള ആശങ്ക വനംവകുപ്പിനെ സംബന്ധിച്ച് ഉണ്ട്. സുർജിത്ത്, തീർച്ചയായും അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാണ് വനംവകുപ്പ് എല്ലാ ഘട്ടത്തിലും നൽകുന്ന വിശദീകരണം. സുർജിത്തും തുടരും. ഇപ്പോൾ ശ്രീ ജയൻ, അദ്ദേഹം കർഷക സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്, പ്രദേശവാസി കൂടിയാണ്. ശ്രീ ജയൻ, ഇപ്പോൾ അല്പസമയം മുൻപ് ബെന്നി അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. ആ മേഖലയിൽ ഇന്ന് നടന്ന പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെയാണ് കടുവ വീണ്ടും എത്തിയത്. ഈ വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നൊരു വിമർശനം കർഷക സംഘവും നേരത്തെ ഉന്നയിച്ചിട്ടുള്ളതാണല്ലോ ശ്രീ ജയൻ. വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന് പറയുന്ന വിമർശനം ഉന്നയിക്കുന്നതിന് കാരണം വയനാട് ജില്ലയിലെ പ്രത്യേക സാഹചര്യത്തിൽ സൗത്ത് വയനാട് DFO എന്ന് പറയുന്ന സ്ഥിരം പോസ്റ്റിൽ ആളുണ്ടായിരുന്നില്ല. പാലക്കാട്ടിലെ ആൾക്ക് ചുമതലയാണ്. ഇവിടെ ചെതലയത്ത് റേഞ്ചിലെ റേഞ്ചർ ട്രെയിനിങ്ങിലാണ്. ഏറ്റവും കൂടുതൽ വന്യമൃഗ ആക്രമണം നടക്കുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ടാണ് അത്തരമൊരു വിമർശനം കർഷക സംഘം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ ആ വിമർശനം ഏറ്റെടുത്തുകൊണ്ട് സൗത്ത് വയനാട് DFO ആയിട്ട് പുതിയ ആളെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള നിലയിലാണ് മനസ്സിലാക്കിയത്. അത് വേറൊരു വിഷയം. പക്ഷെ ഇപ്പൊ 24 അതിന്റെ വീഡിയോ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ വയനാട് ജില്ലാ റിപ്പോർട്ടർ ശ്രീ സുർജിത്ത് പറഞ്ഞതുപോലെ ഇവിടെ വയനാടൻ ജനത ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലാണ്. നിങ്ങൾ ആ വിഷ്വൽ ഒന്ന് കണ്ടു നോക്കൂ. ഞങ്ങളൊക്കെ ഇന്ന് പകല് പൂർണ്ണമായിട്ടും കടുവ കയറിയ ആ തൊഴുത്തിനകത്തുള്ള ആളുകളാണ്, നിങ്ങളുടെ ലേഖകൻ സുർജിത്ത് ഉൾപ്പെടെ. അതിനോട് ചേർന്നാണ് ആ വീടുള്ളത്. അവിടുത്തെ സ്ത്രീകളും കുട്ടികളും ആ വീട്ടിൽ 24 സംസാരിച്ചു എന്ന് പറയുന്ന ബെന്നി ഉൾപ്പെടുന്ന ആളുകൾ ഇത്രയും ഭീകരമായ ഒരു ആക്രമിക്കാൻ സ്വഭാവമുള്ള ഒരു ജീവി, കടുവ പോലുള്ള ഒരു ജീവി അവിടെ വന്നപ്പം ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥയെ സംബന്ധിച്ച് ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ കാണുന്നില്ല. ദേശീയ മൃഗം എന്ന പ്രിവിലേജിലാണ് നിൽക്കുന്നത്. 52 വർഷം മുമ്പ്
രൂപീകരിക്കപ്പെട്ട വന്യജീവി സംരക്ഷണ നിയമം 973 ഈ കടുവ എന്ന് പറയുന്നത് അന്യം നിന്ന് പോകുന്ന ജീവി എന്നുള്ള നിലയിൽ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. ശ്രീ എ വിജയൻ, അതൊക്കെ നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ആശങ്ക അകറ്റുക എന്നുള്ളതാണല്ലോ. അതിന് ആരാണ് അടിയന്തരമായി ഇടപെടേണ്ടത്? ശ്രീ എ വിജയൻ, ശ്രദ്ധയിലെത്തണം. ഈ ജീവിയെ 52 വർഷം സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ഈ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ വയനാട് ജില്ലയ്ക്ക് ചുറ്റും 4 ടൈഗർ പ്രോജക്റ്റുകളാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബന്ദിപ്പൂര്, നാഗർഹോള, ആനമല, മുതുമല. ഈ ടൈഗർ പ്രോജക്റ്റുകളിലുള്ള കടുവകൾ അവർക്ക് ജീവിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സൗകര്യം വയനാട്ടിലായതുകൊണ്ട്, കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് വയനാട്ടിലേക്ക് അവരുടെ ടെറിട്ടറിയിൽ എണ്ണം കൂടിയത് കൊണ്ട് വയനാട്ടിലേക്ക് കടക്കുകയാണ്. ഈ വയനാട് ജനത ഇതിനെ മുഴുവൻ സഹിക്കണമെന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ക്ഷീരമേഖലയാണ് വയനാട്. ആളുകൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടി കഴിയുന്നില്ല, പശുവിനെ കറക്കാൻ തൊഴുത്തു പോകാൻ കഴിയുന്നില്ല, പുല്ല് വെട്ടാൻ കഴിയുന്നില്ല. ഈ മഴക്കാലത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വളപടരുന്നുണ്ട്, അതിന് പോകാൻ വേണ്ടി കഴിയുന്നില്ല. എന്തൊരവസ്ഥയാണ് വയനാടൻ ജനത നേരിടുന്നത്. അടിയന്തര പരിഹാരം ഉണ്ടാവണം, ഇല്ലെങ്കിൽ വയനാടൻ ജനത. ശ്രീ എ വിജയൻ, ഇപ്പോൾ ഇതിൽ ഈ സംസ്ഥാന ശ്രീ എ വിജയൻ താങ്കൾക്ക് കേൾക്കാമെങ്കിൽ, ഇപ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിൽ. ചില നിയമങ്ങൾ ആ വഴിക്കുമാണ്, നമ്മൾക്കറിയാം. പക്ഷേ ഇന്നത്തെ കാര്യം താങ്കൾ പറയൂ. അവിടെ രാത്രി പട്രോളിംഗ് ഏർപ്പെടുത്തുമെന്ന് വനം വകുപ്പ് പറഞ്ഞതാണ്. പക്ഷേ ശ്രീ ബെന്നിയുടെ ആ ആട്ടിൻകൂടിന് സമീപത്ത് കടുവ എത്തുമ്പോൾ അദ്ദേഹം ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കിട്ടുന്നില്ല, പരിസരത്ത് ആരുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയ പ്രക്ഷോഭങ്ങളൊക്കെ രാവിലെ നടന്നതാണല്ലോ. അപ്പോൾ ആ നിലയ്ക്കൊരു ഗൗരവം ഇക്കാര്യത്തിൽ വനംവകുപ്പ് കാണിക്കണ്ടേ? ആ തരത്തിലൊരു ഇടപെടൽ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ ഈ വനംവകുപ്പിനെതിരെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം. തീർച്ചയായും ഞങ്ങൾ വൈകുന്നേരം അവിടെ നിന്ന് പിരിയുമ്പോൾ RRT ടീം ഉൾപ്പെടെ ഉണ്ടാവുമെന്നും മഴ വലിയ രൂപത്തിൽ പെയ്യുന്നത് കൊണ്ട് RRT ഓപ്പറേഷൻ പ്രയാസമുണ്ട് എങ്കിൽ പോലും പട്രോൾ ടീം ആ പരിസരത്ത് ഉണ്ടാവുമെന്ന ഉറപ്പിലാണ് ഞങ്ങളൊക്കെ പോരുന്നത്. ഞങ്ങളൊക്കെ 3 ദിവസമായി ഈ വിഷയത്തിന്റെ പുറകിലാണ്. ഇപ്പൊ ഞാൻ വീണ്ടും DFOയെ ബന്ധപ്പെട്ടപ്പോ പറഞ്ഞത് ഞങ്ങൾ ആ പരിസരത്തുണ്ട്, ഞങ്ങള് തൊട്ട് മേലത്തെ വീട്ടിലൊരു പ്രയാസമുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി എന്നാണ് എന്നോട് പറഞ്ഞ വിവരം. വസ്തുതയാണോ ഇല്ലയോ എന്ന് സൂക്ഷ്മ പരിശോധനയിൽ ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അവരവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ബന്ധപ്പെട്ടു. അവിടെ ഈ ഇന്നലെ ഇൻസിഡന്റ് നടന്ന വീടിന്റെ പരിസരത്ത് പെട്രോളിംഗ് ഇല്ലെങ്കിൽ ശക്തമായ പരിശോധനയുടെ പേരിൽ ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി ഉൾപ്പെടെ ഉണ്ടാവണമെന്നാണ് കർഷക സംഘം എന്നുള്ളതിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഞങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കിയ ധാരണ അങ്ങനെയല്ല, ആ പരിസരത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ അതുണ്ടായില്ലല്ലോ ശ്രീ എ വിജയൻ. ഇപ്പോൾ അത് താങ്കൾ ഉന്നയിക്കുന്ന പോലെ ഈ താങ്കൾക്കറിയാമല്ലോ, താങ്കൾ ആ നാട്ടുകാരൻ കൂടിയാണല്ലോ, എത്ര കാലമായി ഇത്തരത്തിൽ ആശങ്ക ഉയർന്നു തുടങ്ങിയിട്ട്. അതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നതിന് പല നിലയ്ക്ക് ചർച്ച വേണം, കേന്ദ്ര സർക്കാർ ഇടപെടലൊക്കെ വേണം. പക്ഷേ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം വിഷയങ്ങളിൽ വനംവകുപ്പിന് അടിയന്തരമായി സ്വീകരിക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ അവരുടെ കൂടെ നിൽക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അതുപോലും ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുക? അത് അവരുടെ ആശങ്ക, അതുമായി ബന്ധപ്പെട്ട് പരിഹാരം അടിയന്തരമായി ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായും അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഉണ്ടായാൽ അത് ഗവൺമെന്റ് തലത്തിൽ പരിശോധന വേണം, ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി ഉൾപ്പെടെ വേണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒന്നും കൂടെ ആവർത്തിക്കട്ടെ. ഞങ്ങൾ വൈകുന്നേരം പിരിയുമ്പോൾ പട്രോളിംഗ് ടീം ഉണ്ടാവണമെന്ന ഉറപ്പിന്റെ പുറത്താണ് ഞങ്ങൾ പിരിയുന്നത്. കാരണം രാത്രി ആയതുകൊണ്ട് ഡാർട്ടിങ് പ്രയാസം വരുമെന്ന് അവർ പറഞ്ഞു. സ്വാഭാവികമാണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡാർട്ടിങ്ങിലൊക്കെ പ്രയാസമുണ്ട്. പകൽ വെളിച്ചത്തിൽ വേണം എന്നുള്ളത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ SOP ആണ്, അതിനകത്തൊന്നും തർക്കമില്ല. പക്ഷെ പെട്രോളിംഗ് ടീം അടിയന്തര ഘട്ടത്തിൽ ആ പരിസരത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുള്ള കാര്യമായിരുന്നു. ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരി, നന്ദി ശ്രീ എ വിജയൻ ഇപ്പോൾ പ്രതികരിച്ചതിന്. ഇപ്പോൾ നമുക്കൊപ്പം പൂതാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി പ്രകാശൻ കൂടി ചേരുന്നുണ്ട്. ശ്രീമതി മിനി പ്രകാശൻ, ഇപ്പോൾ ഈ കടുവ ഇറങ്ങിയിരിക്കുന്ന ആ മേഖല, അത് താങ്കൾക്ക് പരിചയമുള്ള മേഖലയാണല്ലോ അല്ലേ? അവിടെ നടന്ന പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, ജനങ്ങളുടെ ആശങ്കയൊക്കെ താങ്കൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ തൊട്ട് മുൻപ് കൂടി കടുവ എവിടെ എത്തി? വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നൊരു വിമർശനമുണ്ട്. പഞ്ചായത്തിനുമുണ്ടോ അങ്ങനെ ഒരു വിമർശനം? വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര നേരം മഴ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും RRT ടീമും DFO, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എല്ലാവരും അവിടെ സംഭവ സ്ഥലത്തുണ്ട്. വേണ്ട നടപടി എടുക്കാൻ ഉറപ്പ് തന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് അവിടുന്ന് പിരിഞ്ഞു പോന്നിട്ടുള്ളത്. ഉച്ചവരെ 3 മണി വരെ ഞാനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആ പ്രദേശത്ത് ഇന്നലെ 2 പശുത്തൊഴുത്തിൽ കയറിയിട്ട് പശുക്കളെ ഇതാക്കുകയുണ്ടായി. അപ്പൊ അത് ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാകരുത് എന്ന് അവർക്ക്
നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ശ്രീമതി മിനി, ഇപ്പോൾ ഒരു ആടുകൂടി ഇപ്പോൾ ഈ കടുവയുടെ ആക്രമണത്തിൽ മരിച്ചു. ശ്രീ ബെന്നി അദ്ദേഹത്തിൻ്റെതാണ്, അദ്ദേഹം നേരത്തെ സംസാരിച്ചിരുന്നു. ആണോ? ആ സംഭവത്തെ കുറിച്ച് അതിന്റെ ഞാൻ വിശദ വിവരം അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാനതൊന്ന് ശരി, മനസ്സിലാക്കുന്നു. താങ്കൾ അടക്കമുള്ളവർ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ഈ രാത്രി പട്രോളിംഗ് അടക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവല്ലോ, പക്ഷേ അങ്ങനെ വനംവകുപ്പ് ഇടപെട്ടില്ല എന്നാണ് ഇപ്പോൾ ശ്രീ ബെന്നി ഉന്നയിക്കുന്ന ഒരു വിമർശനം. അങ്ങനെ ഇടപെട്ടില്ലെങ്കിൽ അതിന്റെ നിർദ്ദേശം കൊടുക്കാൻ ഞാനത് ഈ സംഭവം ഇപ്പോഴത്തെ സംഭവം ഞാൻ അറിഞ്ഞില്ല. ഇന്ന് സംസാരിച്ചിട്ട് ശരി, നന്ദി ശ്രീമതി മിനി പ്രകാശൻ. സുർജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, അതിനുശേഷം എന്തെങ്കിലും വിവരമുണ്ടോ? ഇപ്പോൾ ഈ കടുവ ആ മേഖലയിൽ നേരത്തെ ഉണ്ടായിരുന്നു, ഒരു 10-20 മിനിറ്റ് മുൻപുണ്ടായിരുന്നുവെന്നാണ് നേരത്തെ ബെന്നി പറഞ്ഞത്. എന്തെങ്കിലും തെരച്ചിലോ അതുപോലെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടപെടലോ നടത്തുന്നുണ്ടോ വനംവകുപ്പ്? സുർജിത്ത്, നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്, പോലീസും എത്തുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ രാത്രിയാണ് എന്നുള്ള പരിമിതി നിലനിൽക്കുന്നുണ്ട്, മഴ ഭീതിയുണ്ട്. അത്തരം സാഹചര്യത്തിൽ എത്രത്തോളം ഇതിനെ രാത്രി മയക്കൂടി വെക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം അത് അത്തരം നടപടികൾ ഇതിന്റെ SOPക്ക് വിരുദ്ധമായതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുമുണ്ട്. പകൽ വെട്ടത്തിൽ വേണം കിട്ടാൻ, അത് കൃത്യമായ രീതിയിൽ കിട്ടണം, ഇതിന്റെ ആരോഗ്യാവസ്ഥ ഉൾപ്പെടെ പരിഗണിക്കണം. എങ്കിൽ മാത്രമേ അങ്ങനെ ഒരു മയക്കുവെടി വെക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. എന്തായാലും വീണ്ടും കടുവ ഇങ്ങനെ ഇവിടേക്കെല്ലാം തന്നെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. കാരണം ഇതിന്റെ ഒരു കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടാകും എന്നുള്ള ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് ടെറിട്ടറി വാറിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് തല്ലുകൂടി തോറ്റ കടുവയാകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം തീറ്റയെടുക്കാൻ കഴിയാത്ത കടുവയാകണം. അത്തരം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മുന്നിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങി മൃഗങ്ങളെ പിടിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ളത് തന്നെയാണ് കരുതപ്പെടുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത് അക്കാര്യമാണ്. ശരി സുജിത്ത്, അപ്പോഴും ഈ വീടിന് തൊട്ടടുത്ത് ഇത്തരത്തിൽ കടുവ എത്തുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആശങ്ക, ആ വീട്ടിലുള്ളവരുടെ നാട്ടുകാരുടെ ആശങ്ക, അത് പരിഹരിക്കണം, ആ നിലയ്ക്ക് ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സുജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 14 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തി വിലക്ക് തുടരും. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യത ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഇപ്പോൾ വരുന്നൊരു വാർത്ത. എറണാകുളം നോർത്ത് പറവൂരിൽ ഇരുചക്രവാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മാതാവും മകനും മരിച്ചു. നായരമ്പലം കുടുങ്ങാശ്ശേരി തെക്കേ വീട്ടിൽ ബിന്ദു, മകൻ ആൽവിൻ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് ആശുപത്രിയിലാണ്. എബിൻ ജോസ്, കൊച്ചിയിൽ നിന്ന്. എബിൻ, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഉന്മേഷ്, ഈ ബൈക്ക് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. 8 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. നായരമ്പലം കുടുങ്ങാശ്ശേരി തെക്കേ വീട്ടിൽ ക്ലെയിനിന്റെ ഭാര്യ ബിന്ദു, മകൻ ആൽവിൻ എന്നിവരാണ് മരിച്ചത്. ക്ലെയിൻ പരിക്കേറ്റ് ചികിത്സയിലാണ്. ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് മടങ്ങി വരുന്ന വഴി പെരുമ്പടന വെച്ചാണ് അപകടമുണ്ടായത്. ഈ മരിച്ച ആൽവിൻ എടവനക്കാട് KPMH സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായ സമയമായിരുന്നു, അതായിരിക്കാം കാരണമെന്നാണ് ഇപ്പോൾ പരിസരവാസികളൊക്കെ പറയുന്നത്. ഉന്മേഷ്. എബിൻ ജോസ്, കൊച്ചിയിൽ നിന്ന്. കോഴിക്കോട് ഇനി യുനെസ്കോയുടെ സാഹിത്യ നഗരം. കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MP രാജേഷ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. എഴുത്തും കലയും സിനിമയും സംഗീതവും എല്ലാം കൈകോർത്ത കോഴിക്കോട് ഇനി ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരം. ബഷീറും പൊറ്റക്കാടും KT മുഹമ്മദും ബാബുരാജും ജീവിച്ച MT വാസുദേവൻ നായർ ജീവിക്കുന്ന നഗരത്തിന് സ്വന്തമായത് സമാനതകളില്ലാത്ത നേട്ടം. അഭിമാനം രാജ്യത്തിന് മുഴുവനെന്ന് മന്ത്രി MP രാജേഷ്. ഇത് കോഴിക്കോടിന് മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കും തന്നെ അഭിമാനമാകുന്ന ഒരു നിമിഷമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവിയാണ് യുനെസ്കോ കോഴിക്കോടിന് നൽകിയിട്ടുള്ളത്. മന്ത്രി PA മുഹമ്മദ് റിയാസ്
സാഹിത്യ നഗരത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. എല്ലാ വർഷവും ജൂൺ 23 സാഹിത്യ നഗര ദിനമായി ആചരിക്കുമെന്ന് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പിന്റെ പ്രഖ്യാപനം. കോർപ്പറേഷന്റെ വജ്രജൂബിലി പുരസ്കാരം MT വാസുദേവൻ നായർക്ക് മന്ത്രി MB രാജേഷ് വീട്ടിലെത്തി സമ്മാനിച്ചു. ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, കവി PK ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. സാഹിത്യനഗര പദവി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് 2 ഘട്ടങ്ങളിലായി 4 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് നഗരത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 24 കോഴിക്കോട്. തെലങ്കാനയിലെ ഹൈദരാബാദിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ 15ഓളം വരുന്ന നായ്ക്കൾ കൂട്ടമായി ആക്രമിക്കുകയായിരുന്നു. ചിത്രപുരി ഹിൽസിലെ സ്ത്രീക്ക് നേരെയാണ് നായകളുടെ ആക്രമണമുണ്ടായത്. നടക്കാനിറങ്ങിയപ്പോഴാണ് മണിക്കൊണ്ടയിൽ വെച്ച് 15ഓളം നായകൾ സ്ത്രീയെ ആക്രമിച്ചത്. പ്രതിരോധിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും റോഡിൽ വീണുപോയി. രാവിലെ ആയിരുന്നതിനാൽ സമീപത്തൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഭർത്താവിനെ വിളിച്ചു വരുത്തിയാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഭർത്താവ് തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ നഗരസഭാധികൃതർ പ്രദേശത്തെത്തി 9 തെരുവ് നായകളെ പിടികൂടി. 24 ഹൈദരാബാദ്. ജില്ലാ സമ്മേളന ആവേശത്തിൽ തിരൂർ. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി 24 പ്രേക്ഷകരുടെ മലപ്പുറം ജില്ലാ സമ്മേളനം. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. മലപ്പുറം ജില്ലയിൽ നിർധനരായ 10 പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ അറിയിച്ചു. സമീർ ബിൻ കരീം ഇപ്പോൾ വിശദാംശങ്ങളുമായി തിരൂരിൽ നിന്നും ചേരുന്നുണ്ട്. സമീർ, അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ദൃശ്യമാധ്യമം നടത്തിയ ജില്ലാ സമ്മേളനം, പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം, അത് വൻ വിജയമാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ? ഉന്മേഷ്, ഭാഷാപിതാവിന്റെ മണ്ണിൽ ചരിത്രം രചിച്ചാണ് നിലവിൽ 24ന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം സമാപിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് സമ്മേളനത്തിന്റെ ആരംഭം. രാവിലെ 9 മണി മുതൽ തന്നെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ 24ന്റെ പ്രിയ അവതാരകർ ആദരിച്ചു. അത് ഏതാണ്ട് 1 മണിയോടുകൂടി അവസാനിക്കുകയുണ്ടായി. പിന്നീട് 2 മണിക്കാണ് പ്രേക്ഷക സമ്മേളനം ആരംഭിച്ചത്. പ്രേക്ഷക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലൻ ഗോപാലനാണ്. ഈ പരിപാടിയിൽ മലപ്പുറം SP പങ്കെടുത്തു. ഒപ്പം തന്നെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരുടെ പ്രഖ്യാപനവും വന്നു. അതായത് മലപ്പുറം ജില്ലയിലെ നിർധനരായ 10 കുടുംബങ്ങൾക്ക് വീട് വെച്ചു തരുമെന്നുള്ളതാണ് 24ന്റെ പ്രഖ്യാപനമായി വന്നിരിക്കുന്നത്. നിരവധി സാമൂഹ്യ ചാരിറ്റി പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ പരിപാടിയുടെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് രാവിലെയും ഉച്ചക്കുമായി നടന്ന ചടങ്ങിന്റെ ഭാഗമായി എത്തിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികളും അരങ്ങേറുകയുണ്ടായി. പ്രത്യേകിച്ച് ഫ്ലവേഴ്സിലെ കലാകാരന്മാരുടെ കലാപ്രകടനമെല്ലാം തന്നെ 24ന്റെ പ്രേക്ഷക സമ്മേളനത്തിന് മിഴിവേകി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ 24ന്റെ പ്രിയ പ്രേക്ഷകരും 24ന്റെ പ്രിയ അവതാരകർ പ്രേക്ഷകരുമായി ഏറെ നേരം സംവദിച്ചു. അവർക്കൊപ്പം ഏറെ നേരം സംസാരിച്ചു. വിവിധ സംവാദങ്ങളെല്ലാം തന്നെ നടന്നു. അങ്ങനെ വളരെ വിപുലമായ രീതിയിലുള്ള സമ്മേളനമാണ് ഇന്ന് രാത്രിയോടുകൂടി തന്നെ സമാപിക്കുന്ന ഒരു ഘട്ടം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് 2 സെഷനുകളുമായുള്ള പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. ശരി സമീർ, ആവേശം നിറഞ്ഞ അനുഭവമായത് മാറുകയാണ്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. യൂറോ കപ്പ് ഗ്രൂപ്പ് റൗണ്ടിൽ സമ്പൂർണ്ണ ജയം ലക്ഷ്യമിട്ട് ജർമ്മനി ഇന്നിറങ്ങും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡാണ് എതിരാളികൾ. 3-ൽ 3 മത്സരങ്ങളും ജയിച്ച പ്രീ ക്വാർട്ടർ പ്രവേശനം രാജകീയമാക്കാൻ ജർമ്മനി. ആതിഥേയരെ സമനിലയിലെങ്കിലും കുരുക്കി അവസാന 16-ൽ ഇടമുറപ്പിക്കാൻ സ്വിറ്റ്സർലൻഡ്. ഹംഗറിക്കെതിരെ വമ്പൻ ജയത്തിനൊപ്പം സ്വിറ്റ്സർലൻഡിന്റെ തോൽവി കാത്തിരിക്കുന്ന സ്കോട്ട്ലൻഡ്. ആശ്വാസ ജയത്തോടെ മടങ്ങാൻ ഹംഗറി. അവസാന റൗണ്ട് പോരിനിറങ്ങുമ്പോൾ എ ഗ്രൂപ്പിലെ ടീമുകളുടെ മോഹങ്ങളും ആശങ്കകളും. സ്കോട്ട്ലൻഡിനെ 5-1-നും ഹംഗറിയെ എതിരില്ലാത്ത 2 ഗോളിനും തോൽപ്പിച്ച ജർമ്മനിക്ക് തന്നെയാണ് സ്വിറ്റ്സർലൻഡിനെതിരെയും മുൻതൂക്കം. ജൂലിയൻ നെഗൽസ്മാന് കീഴിൽ പഴയ വീര്യം വീണ്ടെടുത്തു കഴിഞ്ഞു ജർമ്മൻ പോരാളികൾ. 2 കളിയിൽ 4 പോയിന്റുള്ള സ്കോട്ട്ലൻഡിന് പ്രീ ക്വാർട്ടറിലെത്താൻ തോൽവി ഒഴിവാക്കിയേ തീരൂ. ഷെർദാൻ ഷാക്കുറിയുടെയും ഷാക്കിയുടെയും ഒക്കെ ബൂട്ടുകൾ രക്ഷക്കെത്തിയാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ പോലുമാകാം സ്വിസ് പടയ്ക്ക്. 1 പോയിന്റ് മാത്രമുള്ള സ്കോട്ട്ലാൻഡിന് പ്രീ ക്വാർട്ടറിലെത്താൻ പല കടമ്പകൾ. ഹംഗറിക്കെതിരെ മികച്ച ജയത്തിനൊപ്പം സ്വിറ്റ്സർലൻഡ് ജർമ്മനിയോട് 1 മാർജിനിൽ തോൽക്കണം. തോൽവിയോ സമനിലയോ എങ്കിൽ ഹംഗറിക്കൊപ്പം സ്കോട്ട്ലൻഡിനും വിമാനം കയറാം. സ്പോർട്സ് ഡെസ്ക് 24.
ഗുസ്തി താരം ബജ്രംഗ് പുനിയെ ദേശീയ ഉത്തേജക പരിശോധനാ സമിതി വീണ്ടും സസ്പെൻഡ് ചെയ്തു. പരിശോധനയ്ക്കായി മൂത്ര സാമ്പിൾ നൽകാത്തതിനെ തുടർന്നാണ് വീണ്ടും നടപടി. ജൂലൈ 11-നകം മറുപടി നൽകണം. മാർച്ച് 10 സോനിപതിൽ നടന്ന സെലക്ഷൻ ട്രയൽസിൽ ഉത്തേജക പരിശോധനയ്ക്കായി മൂത്രസാമ്പിൾ നാടയ്ക്ക് നൽകാൻ വിസമ്മതിച്ചതിനാണ് ഗുസ്തി താരം ബജ്രംഗ് പുനിയയ്ക്കെതിരായ നടപടി. സംഭവത്തിൽ കഴിഞ്ഞ മാർച്ചിൽ പുനിയയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ നോട്ടീസ് ഓഫ് ചാർജ് നൽകിയിട്ടില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി നടപടി അച്ചടക്ക സമിതി റദ്ദാക്കിയിരുന്നു. നോട്ടീസ് ഓഫ് ചാർജ് നൽകിയ ശേഷമാണ് ബജ്രംഗ് പുനിയയെ വീണ്ടും സസ്പെൻഡ് ചെയ്തത്. ജൂലൈ 11-നകം മറുപടി നൽകണം. സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിട്ടില്ലെന്ന് പുനിയയുടെ അഭിഭാഷകൻ പ്രതികരിച്ചു. സാമ്പിൾ പരിശോധിക്കാൻ കാലാവധി കഴിഞ്ഞ കിറ്റുകൾ നൽകിയതിനെ പുനിയ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ നാഡ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് പുനിയ ചൂണ്ടിക്കാട്ടുന്നത്. 24 ഡൽഹി. വാർത്താമഴ പൂർത്തിയാകുന്നു. നമസ്കാരം.